ബഹിരാകാശത്ത് അമേരിക്കയെ നടന്നു തോൽപ്പിച്ചിരിക്കുകയാണ് ചൈന. എന്താണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തത്തിന്റെ റെക്കോർഡ് ചൈന നേടിയിരിക്കുന്നു. ചൈനയിലെ 2 ബഹിരാകാശ യാത്രികരായ കായ് സുഷെ, സോങ് ലിങ്ഡോങ് എന്നിവർ ചേർന്നാണ് 9 മണിക്കൂർ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ റെക്കോർഡാണ് ചൈന തകർത്തത്. ബഹിരാകാശ നടത്തം എന്നറിയപ്പെടുന്ന 9 മണിക്കൂർ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി ഡിയാങ്കോങ് ബഹിരാകാശ നിലയത്തിന് പുറത്താണ് നടന്നതെന്ന് ചൈന മാൻ സ്പേസ് ഏജൻസിയാണ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റിപ്പോർട്ട് പ്രകാരം 2001 മാർച്ച് 12-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു ദൗത്യത്തിനിടെ സ്പേസ് ഷട്ടിൽ ഡിസ്കവറിക്ക് പുറത്ത് 8 മണിക്കൂറും 56 മിനിറ്റും ചെലവഴിച്ച US ബഹിരാകാശ യാത്രികരായ ജെയിംസ് വോസും സൂസൻ ഹെൽസുമാണ് നേരത്തെ ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നത്. ചൈനയുടെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയിലെ നാഴികക്കല്ല് കൂടിയാണ് റെക്കോർഡുകൾ തകർത്ത ബഹിരാകാശ നടത്തം. ബഹിരാകാശ നടത്തത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചൈനയുടെ ബഹിരാകാശ ബ്രോഡ്കാസ്റ്റർ CCTV പുറത്തുവിട്ടു. 2 ബഹിരാകാശ യാത്രികരും ഡിയാൻഗോങ്ങിലെ വെന്റിയൻ ക്യാബ് മൊഡ്യൂളിൽ നിന്ന് സുരക്ഷാ കേബിളുകൾ കൊണ്ട് ഘടിപ്പിച്ച് പുറത്തേക്ക് പോകുന്നത് വീഡിയോയിൽ കാണാം. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ദൗത്യം 2 ബഹിരാകാശ സഞ്ചാരികൾക്ക്, പ്രത്യേകിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ മുൻ യുദ്ധവിമാന പൈലറ്റായ സോങ്ങിന്റെ വ്യക്തിപരമായ നാഴികക്കല്ലായിരുന്നു. 1990കളിൽ ജനിച്ച അദ്ദേഹം ആദ്യത്തെ ചൈനീസ് ബഹിരാകാശ സഞ്ചാരിയാണ്. ടിയാൻഗോങ്ങിൽ മിഷൻ കമാൻഡർ കായുടെ 2ാമത്തെ ബഹിരാകാശ നടത്തമായിരുന്നു ഇത്. ഷെൻസോ 14 ക്രൂവിന്റെ ഭാഗമായി 2022 നവംബറിൽ അദ്ദേഹം 5.5 മണിക്കൂർ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയിരുന്നു. ഒക്ടോബർ അവസാനത്തോടെ ടിയാൻഗോങ്ങിലെത്തിയ ഷെൻഷോ 19ന്റെ ജീവനക്കാർ 2025 ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ ഭൂമിയിലേക്ക് മടങ്ങും. അവർ ഇന്നർ മംഗോളിയയിലെ ഡോങ്ഫെങ് സൈറ്റിൽ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട്. അതുവരെ ദൗത്യത്തിന്റെ ഭാഗമായി കൂടുതൽ ബഹിരാകാശ നടത്തങ്ങൾ നടത്തിയേക്കുമെന്നും CMSA പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.